നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് നമ്മൾ കാണിച്ചു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്. ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ D3 കുറവാണ്. ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഒക്കെ ഇമോഷണലായിട്ട് ഭയങ്കര തലകർക്കൊക്കെ ആയിട്ട് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇവിടെ അടുത്ത് മദർ കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ENT ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ആൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ്, ഹീമോഗ്ലോബിൻ, കാൽസ്യം, പിന്നെ വിറ്റാമിൻ D3യുടെ അളവൊക്കെ എത്രയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ വിറ്റാമിൻ D3 വന്നിട്ട് 17.6% ഉള്ളൂ. ഏറ്റവും മിനിമം ഒരു 30 to 100 ഇടയിൽ വേണം. എനിക്ക് ഏറ്റവും ലോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പം നമ്മൾ ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് രണ്ടാമത്തെ ചെക്കപ്പിന് പോവുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ഇനി എന്താ പറയുകയെന്ന് അറിയാത്തൊരു ടെൻഷനിലാണ് പോകുന്നത്. കൂടിയെന്ന് പറയുമോ കുറഞ്ഞെന്ന് പറയുമോ. എനിക്കാണെങ്കിൽ ശരിക്കും നല്ല മാറ്റമുണ്ട് സംഭവം. ആ തലകർക്കും എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി. മറ്റേത് ആദ്യം കഴിഞ്ഞ ഒരു മാസം മുൻപ്, അതായത് ഈ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് എനിക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം വരിക, സങ്കടം വരിക, വെറുതെ കരയുക, പിന്നെ ബോണുകൾ, നമ്മുടെ ജോയിൻറ്റുകളൊക്കെ ഭയങ്കര പെയിൻ, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ വെച്ച് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് അത് കണ്ട സമയത്ത് പറഞ്ഞു എനിക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തലവേദന വരിക, അല്ലാതെ രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തല കറങ്ങുന്ന പോലെ ഉണ്ട്. അതല്ലാണ്ട് ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ശരി എന്നാൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ D3യുടെ ടാബ്ലറ്റ് ഇതോടുകൂടി നിർത്താം, എന്നിട്ട് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളടുത്ത് കാൽസ്യം ടാബ്ലറ്റ് 1 month, ഇത് രണ്ടും 1 month കഴിച്ചിട്ട് നിർത്തിക്കോളാം, സ്റ്റോപ്പ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. ഞാൻ ആക്ച്വലി തുടക്കത്തിൽ വിചാരിച്ചു ഇത് എനിക്കെന്തോ വലിയ സംഭവമാണ്, എനിക്കിനി എന്താ അറിയില്ല, തലവേദനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു പ്രശ്നം ഇല്ലാതെ ഒരാൾ പെട്ടെന്ന് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പാനിക്കായി പോയി. എന്തായാലും ഒന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം, സന്തോഷം. അതാണ് ഞാൻ ശരിക്കും എനിക്ക് അസുഖം വന്ന സമയത്ത് എന്താ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കണം. അസുഖം പറഞ്ഞാൽ നമുക്ക് ജലദോഷ പനി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇടുപ്പ് വേദനയോ കൈവേദനയോ കാൽവേദനയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് അറിയാതെ എന്താണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പാനിക്കായി പോകും. അതാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതൽ എടുക്കാൻ പറ്റാത്ത ആളായതുകൊണ്ടാണ് ഒന്നുകൂടി കൂടിപ്പോയത്.